ബോർഡ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ നമ്മൾ ഹിന്ദി അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ മുന്നിൽ എന്താണ് പബ്ലിക് എക്സാമിന്റെ ഹിന്ദി ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി എക്സാം അടിപൊളിയായിട്ട് എഴുതണം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. അതൊക്കെ ഞാൻ പൊടി തട്ടി എടുക്കും, അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ അതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിലുള്ള ഒരു ചാപ്റ്റർ ആണ് ഇസ് ബാരിഷ് മേ എന്ന് പറഞ്ഞ ഒരു കവിത ഉണ്ട് അല്ലെ. അപ്പൊ കവിത ആയതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ്. കാരണം എന്താ, ആ കവിതയുടെ ടിപ്പണി ആശയം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ടിപ്പണി പഠിക്കാതെ എന്റെ മക്കൾ എക്സാം ഹാളിലേക്ക് പോവരുത്. ഇത് പഠിച്ചോ, ഈ ചാപ്റ്റർ സെറ്റ് ആണ്. യെസ്, അപ്പൊ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് എന്താണ്, കവിത എഴുതിയ ആളുടെ പേര് എന്ത് ചെയ്യരുത്, എന്റെ മക്കൾക്ക് മറന്നു പോവരുത്. ആരാണ്? നരേഷ് സക്സേനയാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കേടാ, നമ്മൾ കുഞ്ഞു കവിതയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മിസ് ഈ ഒരു ആശയത്തിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേടാ, കവിതാക്ക ആശയം. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്യാൻ എന്റെ മക്കള് മറന്നു പോവരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഹിന്ദി के प्रसिद्ध कवि श्री नरेश सक्सेना जी के ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള നരേഷ് സക്സേനയുടെ एक छोटी सी कविता है, ഒരു കുഞ്ഞു കവിതയാണ് ഏത്, ഇസ് ബാരിഷ് മേ. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ തുടങ്ങണം. ये कविता में किसान की जमीन छीन जाने की कथा है. അപ്പൊ എന്താണ് ഈ ഒരു കവിതയിൽ, എന്താണ് കർഷകന്റെ ഭൂമിയിലെ ജന്മിയുടെ കയ്യിലേക്ക് പോയില്ല, അതായത് കർഷകന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു കഥയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. കിസാൻ കാ ബാരിഷ് കെ മോസം കാ ഷോകീത് ഹെ. അതായത് ഇതിൽ പറയുന്നുണ്ടല്ലേ, എന്താണ്, ഇന്ന് മഴ പെയ്യുന്നു, പക്ഷെ മഴ എനിക്കല്ല, ആർക്കാണ്, അതായത് എന്റെ കയ്യിൽ നിന്ന് ഭൂമി നഷ്ടമായി, അതുകൊണ്ട് ഇപ്പൊ മഴ പെയ്തിച്ച് കാര്യമുണ്ടല്ല. അപ്പൊ ആ മഴയിൽ എന്താണ്, ആ മഴ പോലും എന്താണ് ഇന്ന് കർഷകൻ എന്താണ് ഒരു ശോകഗീതമായിട്ടില്ലേ, ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് ഇതിൽ പറയുന്നത്. आकाश में कई दूर छा जाने वाली बादलों को देखकर किसान आह भरता है. അതായത് ആകാശത്തിൽ ഉടനീളം എന്താണ് കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു മറയുമ്പോൾ ആർക്ക് വേദനിക്കുന്നുണ്ട്, കർഷകന് വേദനിക്കുന്നു. കാരണം എന്താ, ഒരു കർഷകനെ സംബന്ധിച്ച് മഴ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് മഴ പെയ്തിച്ച് കാര്യമുണ്ടോ, ഇല്ല, കാരണം കർഷകന്റെ ഭൂമി നഷ്ടമായിട്ടുണ്ട്. अपनी जमीन चन जाने पर കിസാൻ ഗേത്തി ന കർ സക്ത. അപ്പൊ എന്താണ്, ഭൂമി നഷ്ടമായത് കൊണ്ട് തന്നെ കർഷകൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇസ് കവിത കാ ദ്വാര കവി കിസാൻ ലോഗോ കി ത്രാസദി കി ഓർ ഹമാരാ ധ്യാൻ ആകർഷിത് കർത്തേ ഹെ. ഈ ഒരു കവിതയിൽ ഉടനീളം എന്താണ്, ആ ഒരു കർഷകന്റെ ട്രാജഡിയില, കർഷകനെ സംഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കഷ്ടകാലം അല്ലെ, യെസ്, അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കവി നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ട്. कवि का कहना है कि अब बारिश भी जमीन के पीछे चली गई है. കവി പറയാണ് എന്താ, ഇന്ന് മഴയും ഏതിന്റെ പിന്നാലെ പോയി, ആ ഭൂമിയുടെ പിന്നാലെ മഴയും പോയിരിക്കുന്നു. അപ്പൊ കിസാൻ കെ ലിയേ ഹൽ ഓർ ബൈൽ നഹി. ഇന്നെന്താണ്, ഇന്ന് നമ്മുടെ കർഷകൻ എന്തില്ല, കലപ്പയോ കാളയോ ഒന്നുമില്ല അല്ലെ. അതായത് കൃഷി ചെയ്യെങ്കിലല്ലേ അതൊക്കെ ആവശ്യമുള്ളൂ, അതൊന്നും എന്തില്ല, ഇന്ന് നമ്മുടെ കർഷകന്റെ കയ്യിലില്ല. ഗേത്തോം കെ ബീച്ച് കാ രാസ്ത നഹി. അതായത് വയൽ വരമ്പുകളില്ല. കഹി ഹരിയാലിക്ക് ഭൂത് ഭി ദിഖായി ന ദേതാ. അതായത് എന്താണ്, പച്ചപ്പിന്റെ അല്ലെ, പച്ചപ്പ്, അതായത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ആ ഒരു പച്ചപ്പ്, ഹരിയാലി അല്ലെ, അതൊക്കെ കർഷകനുള്ളൂ, അതൊന്നും എന്തില്ല, ഇന്ന് കർഷകനില്ല. किसान का जीवन का ताल प्रतीक्षा का नक्षत्र सब नष्ट हो चुका है. അതായത് ആ കർഷകന്റെ പ്രതീക്ഷ, അതായത് ആതിര നക്ഷത്രം അല്ലെ, തിരുവാതിര നക്ഷത്രം, അതായത് കർഷകന്റെ മുഴുവൻ പ്രതീക്ഷകളും എന്തായിരിക്കുന്നു, നഷ്ടമായിരിക്കുന്നു. फसल होने पर कर्ज चुकाने की किसान की इस कविता के द्वारा कवि किसान लोगों की त्रासदी की और हमारा ध्यान आकर्षित करते हैं. ഇതിൽ അവസാനം പറയുന്നുണ്ട് അല്ലെ, അതായത് അടുത്ത വർഷം ഞാൻ വിളവെടുത്തിട്ട് എന്ത് ചെയ്തോളാം, തരാനുള്ളത് തന്നോളാം, പക്ഷെ ആ പൊള്ളയായ ആ ഒരു കാര്യം എന്താണ്, ഇന്നില്ലാതായി. അപ്പൊ അതിലേക്കൊക്കെ കവി നമ്മളെ എന്താണ്, ആ കർഷകന്റെ ബുദ്ധിമുട്ട്, കർഷകന്റെ ദുരിതത്തിലേക്കാണ് എന്ത് കവി നമ്മളുടെ ആകർഷണം, അതായത് നമ്മളെ എന്താണ്, കവി ആ ഒരു ബുദ്ധിമുട്ടിലേക്ക്, പ്രശ്നത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെ ആകർഷിപ്പിക്കുന്നു. യെസ്, ഇത്രയുള്ളൂ ഈ ഒരു ഇസ് ബാരിഷ് മേല് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും എന്റെ മക്കൾ ഈ ഒരു ആശയം പഠിച്ചാൽ നിങ്ങളുടെ കൂടെ പോരും. ഓക്കെ, അപ്പം കർഷകന് ഭൂമി നഷ്ടമായി,
നഷ്ടമായി. അപ്പൊ കർഷകൻ എന്തില്ല, മഴ പെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ എന്താണ്, മഴയും അതുപോലെ കർഷകൻ ഉപയോഗിക്കുന്ന പല പല സാധനങ്ങൾ, അതായത് കർഷകന്റെ ഉപകരണങ്ങൾ ഒന്നും എന്തില്ല, ഇന്ന് കർഷകന് ഒരാവശ്യവും ഇല്ലാതായി, അതൊക്കെ കർഷകന് നഷ്ടമായി എന്നാണ് ഈ ഒരു കവിതയിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെയും അതുപോലെ നമുക്ക് കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വരും. അപ്പൊ ഇത് സെറ്റ് ആക്കിക്കോ.